പരലോകത്തേക്ക് വരാം. അവിടെയാണല്ലോ നരകത്തെ കൊണ്ടുവരുന്നത്. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ മുഴുവനും ഇതാ അണികളാക്കി ഒന്ന് ചലിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പരലോകത്ത് നിരത്തുവർത്തിയിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ഒന്ന് ചലിക്കാൻ പോലും കഴിയൂല. പരലോക വിശ്വാസം മറന്നുപോടെ സമുദായമേ, പരലോകത്തിന്റെ ചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചുപോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തിരിച്ചാ ചിന്തയിലേക്ക് മടങ്ങി വന്നേ പറ്റൂ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ സമുദായം ഉൾക്കൊള്ളുന്ന ആ പരലോകത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് മുമ്പിലേക്ക് മാലിക്കുന്ന മലക്കിനോട് പറയുന്നു, മാലിക്കേ, ജിബ്രീൽ അലൈഹിസ്സലാം പോയി പറയുകയാണ്, മാലിക്കേ, നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലക്കിട്ട് വലിച്ചടിച്ചു കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. മാലിക്കേ, പരലോകത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ, പരലോകത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലക്കിട്ട് വലിച്ചടിച്ചു കൊണ്ടുവരാൻ മാലിക്കിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുമ്പോ മാലിക്കുന്ന മലക്ക് ചോദിക്കുന്നതാണ്, ജിബ്രീൽ, ഞാൻ എങ്ങനെ കൊണ്ടുവരും ജിബ്രീൽ? അവിടെ ലോകത്തിന്റെ നായകനാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ പെട്ടവരില്ലേ? അവര് പേടിക്കൂലേ? അവര് കരയൂലേ? അവരെ മനസ്സ് പതറൂലേ? അവരെ കൈകാല് വിറയ്ക്കൂലേ? അവര് നരകം കണ്ട് അത്ഭുതപ്പെട്ടു പോകൂലേ എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അറിയില്ല, അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മാലിക്കുന്ന മലക്കിന്റെ ചോദ്യം കണ്ടോ? പൊന്നാര നബിതങ്ങള് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് പുറംതള്ളിക്കളയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങള് ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അധപ്പതനത്തിന്റെ രീതിയിലേക്ക് എഴുതിത്തള്ളിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാലിക്കുന്ന മലക്ക് പോലും ചോദിക്കുകയാണ്, പരലോകത്ത് കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമുദായം കാണൂലേ? റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ ആ പരിശുദ്ധമായ സമുദായത്തെ ഓർത്തുകൊണ്ട് മാലിക്കുന്ന മലക്ക് പോലും പറയുന്നു, നരകത്തെ കൊണ്ടുവരാൻ എനിക്ക് കഴിയൂല. അല്ലാഹു പറഞ്ഞു, മാലിക്കേ, എല്ലാ പ്രവാചകന്മാരുടെയും സമുദായമുണ്ട്, അതുകൊണ്ട് കൊണ്ടുവന്നോ മാലിക്കേ. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ ഒരു ഭാഗത്ത് വലിച്ചഴച്ചു കൊണ്ടുവരുമ്പോ ഇത് ഖുർആനാണ് പറയുന്നത്, ഖുർആനാണ് പറയുന്നത്. ബാക്കതി കൊണ്ടുവന്ന കെട്ടുകഥയല്ല, എം.ടി. വാസുദേവൻ നായരുടെ നോവലല്ല, ഏറ്റുമാനൂർ ശിവകുമാറിന്റെ പ്രേതത്തിന്റെ കഥയല്ല. ഭയം തോന്നണം, ഖുർആൻ ഓടുമ്പോ ഭയം തോന്നണം, ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോ ഭയം നിറയ്ക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, വഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുലൻ വസഫീറാ. പരലോകത്തു മാലിക്കുന്ന മലക്ക് കൊണ്ടുവരുന്ന നരകത്തിന്റെ ഒരു ഭാഗം കാണുമ്പോ വഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ്, ഒരുപാട് ദൂരെ നിന്നുകൊണ്ട് തന്നെ മാലിക്കുന്ന മലക്ക് കൊണ്ടുവരുന്ന നരകത്തിന്റെ ഒരു ഭാഗം കാണുമ്പോ സമിഉ ലഹാ തഗയ്യുലൻ വസഫീറാ. ആ നരകത്തിന്റെ വിളിയാളോ, ആ നരകത്തിന്റെ ഞരങ്ങലോ, ആ നരകത്തിന്റെ അട്ടഹാസവും കേട്ടുകൊണ്ട് അവർ ചോദിക്കുകയാണ്, ഹൽ മറബ്ത മിൻ സബീൽ. പടച്ചവനെ, ഇവിടെ നിൽക്കാൻ വയ്യ റബ്ബേ, ഇവിടം രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ? ഇവിടെ രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ? ഇവിടെ നിൽക്കാൻ വയ്യ. ആ
പരലോകത്ത് നരകത്തിന്റെ ഭാഗം കാണുമ്പോ എത്രയോ സഹോദരങ്ങൾ പറഞ്ഞു പോകുമെന്നാണ്. ഒരു വർഷം കൂടി തഴവയിലൊന്ന് ജീവിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, ഒരു മാസം മതി പടച്ചോനെ, ഒരു ദിവസം മതി തമ്പുരാനെ, ഞാൻ അവിടെ പോയി നല്ലതുപോലെ ജീവിച്ച് ഈ പരലോകം ഭയന്നവനായി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് തിരിച്ചു വരാം എന്ന് അല്ലാഹുവിനോട് അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അല്ലാഹു പറയും, മലക്കുകളെ വേണ്ട, അവരെ വീണ്ടും ദുനിയാവിലേക്ക് മടക്കിയാൽ അവർ ഈ പറഞ്ഞതിന്റെ ഇരണക്കേടായി എതിർഭാഗം തന്നെ ചെയ്യും മലക്കുകള്. അതുകൊണ്ട് മനുഷ്യരാണ്, അവര് വന്ന വഴി മറന്നു പോകുന്നവരാണ്, അവര് തെറ്റിലേക്ക് ബന്ധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരെ മടക്കി വിട്ടാലും വീണ്ടും നന്ദികേട് കാണിക്കും. അതുകൊണ്ട് വിടണ്ട, അവരെ പിടിച്ച് ചങ്ങലക്കിട്ട് വലിച്ചെറിയൂ എന്ന് അല്ലാഹുവിന്റെ ആജ്ഞ വരും. അല്ലാഹു കാക്കട്ടെ. നരകത്തിന് 7 കവാടങ്ങൾ. 7 കവാടങ്ങൾ. ഈ 7 കവാടത്തിലൂടെയാണ് നരകത്തിലേക്ക് മനുഷ്യർ കടക്കുക. ഓരോ കവാടത്തിലും കടന്നു പോകുന്നവരാരാണെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. അവരാരാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യണം. അറിയണേ നരകമിന്റെ ഇറകളെയും തുറക്കുമേ, കടക്കുമേ അതിലെരിയുമേ നിങ്ങൾ ഔവലദിലി ജഹന്നമേ, വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബ്അതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. നരകത്തിന് 7 കവാടങ്ങളാണ്. ആ നരകത്തിന് സബ്അതു അബ്വാബ്, 7 വാതിലുകളാണ്. ലികുല്ലി ബാബിൻ മിൻഹും, ഓരോ വാതിലിലൂടെ, ഓരോ കവാടത്തിലൂടെ ജുസ്ഉം മഖ്സൂം, അല്ലാഹു നിശ്ചയിച്ച, അല്ലാഹു തീരുമാനിച്ച ഓരോ വിഭാഗങ്ങളുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. ഒന്നാമത്തെ കവാടമേതാ? എന്റെ ഈ തഴവ കുറ്റിപ്പുറത്ത് നുസ്രത്തുൽ സാധു സംരക്ഷണ സമിതിയുടെ 2ാമത് വാർഷികത്തിന്റെ പരിപാടിയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഈ പറയാൻ പോകുന്ന ഒരു സ്വഭാവ ദൂഷ്യവും നിനക്ക് വരാൻ പാടില്ല. ഒന്നാ, നീ മരിക്കുന്നത് നരകം കണ്ട, നിന്റെ ഖബർ നരകത്തിന്റെ ഭാഗമാണ്, നിന്നെ കുളിപ്പിക്കുന്നത് നരകത്തിന്റെ വെള്ളത്തിലാണ്, നീ ധരിക്കുന്നത് നരകത്തിന്റെ വസ്ത്രമാണ്, നിന്നെ കൊണ്ടുപോയി അടക്കിയത് മുതൽ പിന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ ഭയാനകരമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ആരും മക്കൾ കത്തിക്കുന്ന ദുനിയാവിന്റെ തീയുണ്ടല്ലോ, നരകത്തിന്റെ തീയുടെ ചൂടിൽ നിന്ന് 70ൽപ്പെട്ട ഒരു അംശം മാത്രമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, ദുനിയാവിന്റെ ചൂടത്ര ഭയാനകരമാണ്, ദുനിയാവിന്റെ തീയത്ര ഭയാനകരമാണ്. പെട്രോളിന്റെ വാഹനം അങ്ങോട്ട് കത്തിപ്പോയാൽ പ്രിയപ്പെട്ടവര്, ആ തീ അങ്ങോട്ട് ആളിപ്പടരുമ്പോ 10,000-കണക്കാര മനുഷ്യമക്കള് സെക്കൻഡുകൾ കൊണ്ട് വെന്തുരുകി പോകുന്നത് ദുനിയാവിന്റെ ചൂടിന്റെ തീയുടെ ശക്തിയല്ലേ. ഗ്യാസ് കുറ്റിയുടെ മുമ്പിൽ നിന്ന് പ്രിയപ്പെട്ടവര് അത് പൊട്ടിത്തെറിച്ചു പോയി മക്കളോടൊപ്പം കുടുംബം കത്തിയമർന്നു പോയ കഥ പത്രത്തിലൂടെ വായിക്കുന്നവര്, ഒരു ഗ്യാസ് കുറ്റി അങ്ങോട്ട് പൊട്ടിപ്പടർന്ന് തീയാളി പിടിച്ചിട്ട് ഒരു കുടുംബം മുഴുവനും കത്തിക്കരിഞ്ഞു പോരെങ്കിൽ അത് ദുനിയാവിന്റെ തീയല്ലേ, അത് ദുനിയാവിന്റെ തീയല്ലേ. അപ്പോ പിന്നെ നരകത്തിന്റെ തീയോ? ആ തീ ഖബറിൽ വന്നാലോ? ആ തീ പരലോകത്ത് നമ്മെ ഭയപ്പെടുത്തിയിട്ട് വിചാരണയുടെ വേളകളിൽ നമ്മുടെ കൂടെ നിന്നാലോ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ഒരു വിഭാഗത്തിലും നിങ്ങൾ പെടാൻ പാടില്ല. ഒന്നാമത്തെ വാതിലിന്റെ പേരെന്തെന്നറിയോ? ഇസ്മുഹു ജഹന്നം. ഒന്നാമത്തെ കവാടത്തിന്റെ പേര് ജഹന്നം എന്നാണ്.
ആരാണ് ജഹന്നമിലൂടെ കടക്കുന്നത്? ജഹന്നമിലൂടെ കടക്കുന്നത് ആരാണ്? വഇദാ ഖീല ലഹു തഖില്ലാഹ് അഖദതുൽ ഇസ്സതു ബിൽഇസ്മി ഫഅസ്ബുഹു ജഹന്നം വലബിഇസൽ മിഹാദ്. ജഹന്നമിലൂടെ കടക്കുന്നവരാരാണ്? അല്ലാഹുവിനെ തഖ്വ ചെയ്യാൻ പറഞ്ഞാൽ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞാൽ, നിസ്കരിക്കാൻ പറഞ്ഞാൽ, തലമറക്കാൻ പറഞ്ഞാൽ, നോമ്പ് പിടിക്കാൻ പറഞ്ഞാൽ, ഇതൊക്കെ വേറെ ചില ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ, കാശും പവറുമുള്ള ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്ന അഹങ്കാരികൾ, അവർക്കാണ് നരകത്തിന്റെ ഒന്നാമത്തെ കവാടം. ഇന്ന് തലമറച്ചാൽ അഹങ്കാരത്തിന്റെ മോഡലിലാണ് ചില സഹോദരിമാര് മറയ്ക്കുക. 3 രീതിയിലാണ് തലമറ. ശ്രദ്ധിച്ചോളണേ, 3 രീതിയിലാണ്. DPP വാള കണ്ടോ? ഒന്നാമത്തെ രീതി, പഴയകാലമല്ല, ഒരു 3-4 വർഷം കൊണ്ടുണ്ടാവുന്ന ഒരു മാറ്റം. ഒന്നാമത്തെ രീതി ഏതാ? എന്റെ സഹോദരങ്ങളേതാ? ഇത്ര തലമറ, ഇത്ര മറച്ചിട്ട് ബാക്കി ഇത്ര രജനീകാന്ത് മോഡൽ ഇങ്ങനെ ഫ്രണ്ടിലിട്ടിരിക്കും. എന്നിട്ട് മുടി ഇങ്ങനെ നെറ്റിയിലൂടെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് സൂറാത്ത അങ്ങനെ ഭൂന്ന് ഊതി മുകളിലോട്ട് ഇങ്ങനെ വിട്ടിട്ട് ഒരു പ്രത്യേക മോഡലിലായിരുന്നു കുറെ നാൾ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മോഡൽ കുറച്ച് നാളതാ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട്, എന്നെ നല്ല ഈമാനുള്ള മോള്, ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കും. ഇത് രണ്ടും കൂടെ പിടിച്ച് ഉദിയേക്ക് മോദിമാമ ബോത്തിന്റെ കാലി കെട്ടണ പോലെ ഇവിടെ ഒറ്റ കെട്ടാം, ഇങ്ങനെ കെട്ടി വയ്ക്കും. ഇത് രണ്ടാമത്തെ മോഡൽ. ഇപ്പൊ ലേറ്റസ്റ്റ് മോഡൽ ഏതാന്ന് പറയാം, 2011 ഏറ്റവും പുതിയ മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കും. വെച്ചിട്ട് ഈ ഷാളിന്റെ 2 അറ്റം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒരു കെട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെ നോക്കി. ചുമ്മാ മക്കളും താത്തായും പറയണ മാറ്റുണ്ടെങ്കിൽ കൊടുത്താൽ പോരാ, ഇറങ്ങി പോണ പോലെ നോക്കണം. ഇങ്ങനെ കെട്ടും. ഇങ്ങനെ ഇടുമ്പോ നല്ലതുപോലെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, റെഡിയാണ്. അവസാനം പോവാൻ നേരത്തെ ഇങ്ങനെ പിടിച്ച് തോളിയിട്ടുണ്ടെങ്കിൽ പോകും. അപ്പോ സാരിയുടെ മുകളിൽ ഞുറു പോലെ ഇങ്ങനെ കിടക്കും, ചുരിദാറിന്റെ മുകളിൽ ഞുറു പോലെ ഇങ്ങനെ കിടക്കും. ഇതാണ് പുതിയ മോഡൽ. ഇവിടെ ഒരു കെട്ടും കാണും. ഇതാണ് ഇപ്പൊ നമ്മുടെ സഹോദരിമാരുടെ തലയല്ല മറയ്ക്കുന്നത്, തോള മറയ്ക്കുന്നത്. പിന്നെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടാണ് എന്റെ ഭാര്യ ഇപ്പൊ ഫുൾ കൈ ചുരിദാറെ ധരിക്കുള്ളൂ ഉസ്താദെ, ഇവിടം പോലും ഇവിടം വരെ ഫുൾ കൈയാണ്. പക്ഷെ എന്താ സംഭവം? നെറ്റാണ്, നെറ്റ്. കൈ ഫുള്ളായിട്ട് കാണാം ഉസ്താദെ. ആ ഫുൾ കൈ കാണാം, ഫുൾ കൈ കാണാന്ന് അപ്പൊ പുതിയത്. നമ്മൾ ആലോചിച്ച് നോക്കി, കുറേശ്ശെ ഇങ്ങനെ കാണിച്ച് ഇപ്പൊ ഫുൾ കൈ കാണിച്ചു. ഒരു 2011 ഇപ്പൊ 3-4 കൊല്ലം കൂടെ കഴിഞ്ഞാൽ പിന്നെ നെറ്റ് മാത്രമേ കാണൂ, ശരീരം മൊത്തം. അപ്പൊ പിന്നെ മൊബൈൽ കൊണ്ട് പുറകെ നടക്കേണ്ട കാര്യമില്ല, വെറുതെ അങ്ങ് നടന്നുകൊണ്ടാ. ഏത് കോലത്തിലായി നമ്മൾ അതിനൊക്കെ നമ്മൾ കൂടെ നിൽക്കുന്നില്ലേ? 65,000 രൂപയുടെ പർദ്ദയാണ് 2 മാസമാണ് ഇറങ്ങിയിട്ട് കാസർഗോഡ് ജില്ലയിൽ. പുതിയ പർദ്ദ 65,000 രൂപ ഒരു പർദ്ദയുടെ വില. ഒന്നും രണ്ടുമല്ല, 65,000 രൂപയുടെ പർദ്ദ. കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ രാഷ്ട്രീയക്കാര് യാത്ര നടത്തുന്ന പോലെ പർദ്ദ യാത്ര നടത്താൻ പോവാൻ. ഉടനെ കൊല്ലം ജില്ലയിൽ, അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരം ജില്ലയിൽ ഒക്കെ ആ പർദ്ദ വരും. സഹോദരിമാരാ പർദ്ദ വാങ്ങിയിട്ടാ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കഴുകാൻ പോകുമ്പോ കൂടെ പോകണം നോക്കാൻ, കഴുകി വിരിക്കാൻ പറ്റൂല, കൂടെ നിൽക്കണം, ഉണങ്ങുന്നത് വരെ കൂടെ നിൽക്കണം. പിന്നെ മച്ച അടിച്ചു മാറ്റിക്കൊണ്ട് പോകണമെന്ന് നോക്കണം. 65,000 പർദ്ദ അത്രയും വില കൂടാനുള്ള കാരണം ആ പർദ്ദയുടെ ഏറ്റവും താഴ്ഭാഗത്ത് സ്വർണത്തിന്റെ 4 പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സഹോദരിമാർ ഇപ്പൊ പറയും, ചുമ്മാതല്ലടി അത്രയും വില. ഞാൻ ആലോചിക്കുകയും ചെയ്തു, തുണിക്ക് ഇത്ര വില. തുണിക്കല്ല വാപ്പ, സ്വർണത്തിന്റെ 4 പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ പർദ്ദയുടെ താഴ്ഭാഗത്ത്. അപ്പോ നല്ലതൊക്കെ അഹങ്കാരികളാണ്. ജനങ്ങൾ ഇങ്ങനെ പുറംകാലുകൊണ്ട് വലിച്ചെറിയും. നുസ്രത്തുല്ലരാവിന്റെ പാവപ്പെട്ട സഹോദരങ്ങൾ ചെന്ന് പറയുന്നു, ഇക്കാ അല്ലെങ്കിൽ ഉപ്പാദങ്ങൾ ഇവിടെ ഇപ്രാവശ്യം ഒരു പരിപാടി വെക്കാൻ പോവാണെന്ന് പറയുമ്പോ നിനക്കൊന്നും വേറെ ജോലിയില്ലേടാ, നിങ്ങൾ സഹായിച്ചിട്ട് ഇവിടെ എല്ലാവരും അങ്ങ് രക്ഷപ്പെട്ടു പോയി, നിങ്ങൾ ഇറങ്ങി കെട്ടിക്കാനില്ലെങ്കിൽ പിന്നെ എല്ലാ മക്കളും അങ്ങ് വീട്ടിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞ് തുടയും ചൊറിഞ്ഞ് മുറുക്കാനും തിന്നുകൊണ്ട് പിശാചിന് കൈയടിച്ച് ഒത്താശ പാടുന്ന ഈ നാട്ടുകാരാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. മോനെ, അത് അഹങ്കാരത്തിന്റെ കടിയാണ്, അത് അഹങ്കാരത്തിന്റെ ചെറിയാണ്. ബഹുമാനപ്പെട്ട തലവാ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഉസ്താദ് കിടക്കുന്ന
പള്ളിയുടെ പരിസരത്തുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവമാണ് അഹങ്കാരം. പഴയ ഉസ്താദിനില്ലാതെ പോര അഹങ്കാരം, പഴയ ഉസ്താദ് നിർത്തുപോര അഹങ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവന്റെ പേര് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. നമ്മുടെ മനസ്സിന്റെ അഹന്തയുടെ അഹങ്കാരത്തിന്റെ എല്ലാ കോലങ്ങളെയും അല്ലാഹു നശിപ്പിച്ചിട്ട് വിനയത്തിന്റെ പ്രതീകമാക്കി അല്ലാഹു നമ്മെ മാറ്റട്ടെ. അഹങ്കാരികൾക്കാണ് നരകത്തിന്റെ ഒന്നാമത്തെ കവാടം. നമ്മുടെ നാട്ടിലും അഹങ്കാരികൾക്ക് തന്നെയാണല്ലോ ഒന്നാം സ്ഥാനം. ചില പള്ളി പരിപാലിക്കുന്ന പരിപാലകർ പറയൂലേ ഉസ്താദിനോട്, ഖജാൻജി വന്നിട്ട് പറയും, ഉസ്താദേ ഇവിടെ ജോലി സ്ഥിരമാവണമെങ്കിൽ ഒരു നിബന്ധന കൂടിയുണ്ട്, പ്രസിഡന്റ് ഇപ്പൊ വരുമ്പോ ഒന്ന് എഴുന്നേൽക്കണം. ഉസ്താദ് പറയും അതീ കുറച്ചുള്ള ജോലി മതി. എന്തൊക്കെ നിബന്ധന എന്നറിയോ? ചില ആൾക്കാരൊക്കെ മഹലിൽ വരുമ്പോ ഉസ്താദ് എഴുന്നേറ്റ് അസ്സലാമു അലൈക്കും ഇരിക്കും ഉസ്താദേ ഇന്ന് പറഞ്ഞ് ഇരിക്കണം, ഇരിക്കും സാറേ എന്ന് പറഞ്ഞ് ഇരുത്തണം, ഇല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റൂല. അഹങ്കാരത്തിന്റെ രൂപങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പോലും കടന്നു വന്നപ്പോൾ എഴുന്നേറ്റ സഹാബത്തിനോട് മുത്തുനബി പറഞ്ഞു, വേണ്ട എന്നെ കാണുമ്പോ നിങ്ങൾ എഴുന്നേൽക്കല്ലേ. സഹാബത്ത് എഴുന്നേൽക്കാതിരിക്കുമോ എന്റെ പ്രിയപ്പെട്ടവര്? അത് മുത്തുനബിയോടുള്ള ആദരവല്ലേ? പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് അഹങ്കാരം വരാൻ പാടില്ല. ഉസ്താദിനെ കാണുമ്പോ എഴുന്നേറ്റു, പള്ളിയിലെ ഖത്തീബിനെ കാണുമ്പോ എഴുന്നേറ്റു, അവരോടുള്ള ബഹുമാനമല്ല, അവരുടെ ഇൽമിനോടുള്ള ആദരവാണ്. അവര് പഠിച്ച ഖുർആനിനോടുള്ള, അവര് പഠിച്ച ഹദീസിനോടുള്ള ബഹുമാനമാണ്. പുന്നാരനിബി